അമേരിക്കയിൽ പോയി കൂടുതൽ ആയുധങ്ങൾ ചോദിച്ച ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. രണ്ടും കൽപ്പിച്ച റഷ്യൻ സൈന്യം തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ ഉക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കീവിന് പുറമെ ഡെനിപ്രോ, ക്രിവി റീഹ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം റഷ്യൻ വ്യോമാക്രമണം കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. റഷ്യയുടെ വലിയൊരു ആക്രമണം വരുന്നുണ്ടെന്ന് സെലൻസ്കി മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ അധികൃതർക്ക് അടിയന്തര നിർദ്ദേശം നൽകേണ്ടി വന്നു. കരയിലെ ആക്രമണത്തിന് പുറമെ കടലിലും റഷ്യ തങ്ങളുടെ അജയ്യമായിട്ടുള്ള കരുത്ത് തെളിയിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉക്രൈനിലേക്ക് ആയുധങ്ങളുമായി വന്ന കപ്പലുകളും ഒഡേസ തുറമുഖത്തെ ഇന്ധന സംഭരണ കേന്ദ്രവും റഷ്യൻ സൈന്യം നിഷ്കരുണം ചാമ്പലാക്കി. വിദേശ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ ഉക്രൈൻ മണ്ണിൽ തൊടും മുൻപേ നശിപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള തന്ത്രമാണ് മോസ്കോ ഇവിടെ പയറ്റുന്നത്. ഈ ആക്രമണത്തിന്റെ സമയം വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ തങ്ങളുടെ ആക്രമണം ഇരട്ടിയാക്കിയത്. അമേരിക്കയുടെ കൂടുതൽ പാട്രിയോട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സെലൻസ്കി കെഞ്ചി ചോദിച്ചിരുന്നു. എന്നാൽ പാശ്ചാത്യ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നതാണ് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ അതിശക്തമായി തുടരുമെന്ന് റഷ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പുതിന് യുദ്ധത്തിൽ മേധാവിത്വം നഷ്ടപ്പെട്ടു എന്ന അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സെലൻസ്കി വീമ്പിളക്കുമ്പോഴാണ് റഷ്യൻ സൈന്യം ഈ കനത്ത പ്രഹരം നൽകിയത്. റഷ്യയിലെ എണ്ണപ്പാടങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് 1-10 മോസ്കോ തിരിച്ചടിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ വ്യോമാക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഭാഗിക വെടിനിർത്തൽ നിർദ്ദേശം റഷ്യക്ക് മുന്നിൽ വെക്കാൻ അമേരിക്കയും ഉക്രൈനും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിർബന്ധിതരായിരിക്കുകയാണ്. ചുരുക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ എത്ര വലിയ സൈനിക സഹായം ലഭിച്ചാലും റഷ്യയെ തളർത്താൻ ഉക്രൈൻ ആവില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. തങ്ങൾക്കെതിരെ വരുന്നത് ഏത് പാശ്ചാത്യ നീക്കമാണെങ്കിലും ഏത് പാശ്ചാത്യ രാജ്യമാണെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെ നേരിടുമെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് റഷ്യ.